ഇന്നത്തെ വചനചിന്ത ക്രിസ്തുമസ് സന്ദേശം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 8-ാം തിരുവചനം. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായിത്തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പറഞ്ഞു. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവ് യേശു ക്രിസ്തു ജനിച്ചപ്പോൾ സകല ജനത്തിനുമുണ്ടാകുന്ന സന്തോഷമെന്ന് ആട്ടിടയന്മാർക്ക് അരുളപ്പാടുണ്ടായി. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് കുഞ്ഞിൻ്റെ അമ്മയാണ്. പിന്നെ അപ്പനാണ്. ആ കുടുംബത്തിന് മുഴുവനുള്ള ജനങ്ങൾക്കൊക്കെ ഒരുപക്ഷെ സന്തോഷമുണ്ടാകും. നാട്ടുകാരോ അയൽക്കാരോ ആ സന്തോഷത്തിന് ഒരുപക്ഷെ പങ്കുകൊള്ളത്തില്ല. കാരണം ആ കുഞ്ഞ് ജനിക്കുമ്പോൾ സന്തോഷം ഏറ്റവും കൂടുതൽ ആ കുടുംബത്തിൽ മാത്രമാണ്. ഒരു രാജകൊട്ടാരത്തിൽ ഒരു രാജകുമാരൻ ജനിച്ചാൽ രാജകൊട്ടാരത്തിലെ സകലർ സന്തോഷിക്കും. അറിയപ്പെടുന്ന ആ ദേശനിവാസികൾ സന്തോഷിക്കും. എന്നാൽ ലോകർ സന്തോഷിക്കത്തില്ല. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ദൂതന്മാർ വിളിച്ചു പറഞ്ഞത്, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നുവെന്നാണ്. പല ജാതി മതത്തിൽപ്പെട്ട ജനങ്ങൾ ഈ ലോകത്ത് തിക്കിപ്പാർക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുവാൻ തക്കവണ്ണം ദൈവപുത്രൻ ഈ ലോകത്ത് ജനിച്ചു. ദൂതൻ ആട്ടിടയന്മാരോട് പറഞ്ഞപ്പോൾ ആട്ടിടയന്മാർ ആദ്യം ഭയപ്പെട്ടെങ്കിലും അവർ കേട്ട ശബ്ദം ശരിയാണോ എന്നറിയുവാൻ അവർ നടന്ന് ബെത്ലഹേമിലെത്തി. യേശുക്രിസ്തുവിനെ കണ്ടു, യേശുക്രിസ്തുവിനെ നമസ്കരിച്ചു. ലോകത്തോട് അവർ വിളിച്ചു പറഞ്ഞു. അവർ കേട്ട സത്യം, അവർ കണ്ട സത്യം അവർ വിളിച്ചു പറഞ്ഞു. ഈ ലോകത്തിൻ്റെ സന്തോഷത്തിനായി, സർവ്വജനത്തിൻ്റെയും സന്തോഷത്തിനായി കർത്താവായ യേശു ക്രിസ്തു ബെത്ലഹേമിൽ ജനിച്ചു വന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ആട്ടിടയന്മാർ കേട്ട സത്യം കണ്ടു, കണ്ടതിനെയും കേട്ടതിനെയും ലോകത്തോട് അറിയിച്ചു. ക്രിസ്തീയ ജീവിതമെന്നത് യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടതിനെയും കണ്ടതിനെയും കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷ്യം പറയുവാൻ ഓരോരുത്തരുടെ ജീവിതത്തിനകത്തും ഉത്തരവാദിത്വമുണ്ട്. യേശുക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല ജനിച്ചത്. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. യേശുക്രിസ്തു മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ടാണ് കർത്താവ് യേശുക്രിസ്തു ബെത്ലഹേമിൽ ജനിച്ചത്. കർത്താവ് സകലരുടെ ദൈവമാണ്, ലോകരക്ഷകനാണ്. സകലരുടെ രക്ഷകനായി പിറന്ന ഒരേ ഒരു വ്യക്തിയുള്ളത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. ഇന്ന് ലോകത്തെല്ലാവരും ക്രിസ്തുമസ് ആഘോഷിക്കുന്നുണ്ട്, ക്രിസ്തുവില്ല. ഒരു കുഞ്ഞിന് ബർത്ത്ഡേ ഫംഗ്ഷന് എല്ലാവരും ഗിഫ്റ്റുകൾ കൊണ്ട് നിറയ്ക്കുകയാണ്. എന്നാൽ അവർ നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. കുഞ്ഞ് എവിടെയാണ് എന്നെല്ലാവരും അന്വേഷിച്ച് നടക്കുമ്പോൾ സമ്മാന കൂമ്പാരങ്ങൾക്കിടയിൽ ഈ കുഞ്ഞ് അല്പശ്വാസത്തിനായി പിടയുകയാണ്. ആരാരും കാണാതെ കുഞ്ഞ് സമ്മാന പെട്ടികളുടെ നടുവിൽ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ആഘോഷത്തിൻ്റെ പുറകിലാണ്. ഇന്നെല്ലാവരും ക്രിസ്തുമസ് ആഘോഷിക്കുന്നുണ്ട്. ക്രിസ്തുവിന് സ്ഥാനമില്ല. യേശുവിനെ ആരും ഓർക്കുന്നില്ല. എല്ലാവരും പാപ്പയുടെ പുറകെയും ബാൻഡിൻ്റെ പുറകെയും ആഘോഷത്തിൻ്റെ പുറകിലുമാണ്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനം, യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കാണുവാൻ കൊതിക്കണം. യേശുക്രിസ്തുവിനെ കാണുമ്പോൾ, രുചിച്ചറിയുമ്പോൾ കണ്ടതിനെയും കേട്ടതിനെയും കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ നാം ഒരു വഴികാട്ടിയായി മാറണം. ജ്ഞാനികൾക്ക് നക്ഷത്രം വെളിപ്പെട്ടു. കർത്താവ് യേശു ക്രിസ്തു എവിടെയാണോ ജനിച്ചത് എന്ന് ആ നക്ഷത്രം അവർക്ക് വഴി കാണിച്ചു കൊടുത്തു. നക്ഷത്രം നോക്കി നടന്ന വിദ്വാൻമാർ യേശു ക്രിസ്തുവിനെ കണ്ട് നമസ്കരിച്ചു, യേശുവിനെ ആരാധിച്ചു. ആ നക്ഷത്രത്തെ പോലെ
യേശുക്രിസ്തുവിനെ കാണിക്കുവാൻ നാം ഒരു വഴികാട്ടിയാകണം. മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നവരായി മാറണം. ജ്ഞാനികൾക്ക് ആകാശത്ത് നക്ഷത്രത്തെ കണ്ടപ്പോൾ മനസ്സിലായി, ഒരു രാജാവ് ജനിച്ചിട്ടുണ്ട്, യഹൂദന്മാരുടെ രാജാവ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് അവർ അന്വേഷിച്ചിറങ്ങി. എന്നാൽ ആട്ടിടയന്മാർക്ക് നക്ഷത്രത്തെ കണ്ടാലൊന്നും അറിയത്തില്ല. എന്നാൽ അറിവില്ലാത്ത, ജ്ഞാനമില്ലാത്ത ആട്ടിടയന്മാരുടെ അരികിലേക്ക് ദൂതൻ ഇറങ്ങി പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ദാവീദിന്റെ പട്ടണത്തിൽ യേശു എന്ന രക്ഷിതാവ് ജനിച്ചിട്ടുണ്ട്. ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നുവെന്ന്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ചരിത്രം പഠിക്കുമ്പോൾ അവിടെ കാണപ്പെടുന്നത്, ആട്ടിടയന്മാർ ആടിനെ നോക്കുന്ന തൊഴിൽ നിർത്തിയിട്ട് യേശുക്രിസ്തു എന്ന രക്ഷിതാവ് മാനവകുലത്തിന് വേണ്ടി ജനിച്ചുവെന്ന് അവർ പറയുവാൻ അവർ സുവിശേഷിച്ച് തുടങ്ങിയെന്ന് തിരുവചനത്തിൽ കാണപ്പെടുന്നുണ്ട്. ഈ നാളുകളിൽ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം, ആ സന്തോഷമാകുന്ന കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ഒരു വഴികാട്ടിയാകുവാൻ, മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്ന ഒരു പ്രകാശമാകുവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഈ ലോകത്തിലെ ആഘോഷങ്ങളുടെ പിന്നാലെ പോകാതെ ക്രിസ്തുവിനെ ഉയർത്തുവാൻ, ക്രിസ്തുവിൻ്റെ ജീവനുള്ള സാക്ഷിയായി ജീവിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവരും കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.